There are 4 types of documentation in personal branding. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീരീസ് ടൈപ്പാണ്. എഡ്യൂക്കേഷണൽ ടിപ്സ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ സ്റ്റോറീസ് ആവാം, ഫൺ ആവാം. ആൻഡ് ഓൾസോ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ വീക്കിലും ഓൺ എ സ്പെസിഫിക് ഡേയിൽ നമ്മൾ എന്ത് ചെയ്യണം, 2 റീലൊക്കെ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യണം. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ചലഞ്ചസ് ടൈപ്പ് എന്ന്. അതിൽ നമ്മൾ എങ്ങനെ വെച്ചാൽ ഒരു 30 ഡേയ്സ് ചലഞ്ച് അല്ലെങ്കിൽ 45 ഡേയ്സ് ചലഞ്ച്. 30 ഡേയ്സിൽ അല്ലെങ്കിൽ 45 ഡേയ്സിൽ നമ്മൾ ആളുകളിലേക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അവർക്ക് കൊടുക്കുക. കറക്റ്റ് അവരെ എൻഗേജ് ചെയ്യുന്ന ഒരു 30 ഡേയ്സ് അല്ലെങ്കിൽ 45 ഡേയ്സ് എന്ത് ചെയ്യുക, അവരെ കറക്റ്റ് നമ്മുടെ വീഡിയോസിൽ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ്. ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ സീൻസ്, BTS. അതിൽ നമ്മൾ വെച്ചാൽ ആളുകൾക്ക് ഒന്നുകൂടി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ആ ഒരു വീഡിയോയിൽ നമുക്ക് നമ്മുടെ പ്രോസസ്സ്, സ്ട്രഗിള്, നമ്മുടെ ഫെയിലിയേഴ്സ്, നമ്മളുടെ വിൻസ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. അങ്ങനത്തെ ലാസ്റ്റ് വൺ നിങ്ങൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് സ്റ്റോറി ടെല്ലിംഗ് മെത്തഡ്. ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഭയങ്കര സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിരിക്കും. ഇമോഷണലി വേഗം കണക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് നമ്മൾ എടുത്തിട്ടില്ല, നമ്മുടെ ഈ ഒരു ബ്രാൻഡിൻ്റെ ഡെവലപ്മെൻറ്റിൽ എടുത്തിട്ടില്ല നമ്മുടെ റിസ്കുകൾ, അതേപോലെ തന്നെ നമ്മുടെ ഫെയിലിയേഴ്സ്. ഇങ്ങനെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന ഓരോ ബ്രാൻഡുകളും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും എന്ത് ചെയ്യും, ആളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടും. ആൻഡ് ഓൾസോ അവരുടെ ഫോളോവേഴ്സ് ആവുകയും അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ഒരു ഫോളോവർ അല്ലെങ്കിൽ ഓഡിയൻസ് ആയി മാറുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ബ്രാൻഡിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സാധിക്കുന്നതായിരിക്കും.